ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ തിരുവോണമായിരുന്നു. കൂട്ടുകാരൊക്കെ അടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ചു കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആകാം. ഉപ്പുമാവ്. ഈ ഉപ്പുമാവിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ കുക്കറിൽ എളുപ്പത്തിൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. അത് ഒട്ടും കുഴഞ്ഞു പോകാതെയും അതുപോലെ തന്നെ ഈ കുക്കറിൽ അടുക്കി പിടിക്കാതെയൊക്കെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിൽ നമുക്ക് ഈ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ കുറച്ച് വിസ്താരമുള്ള കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് എണ്ണ ചേർക്കാതാണിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഞാനിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാഷ്യൂ നട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം. ഒരു ചെറിയ കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് ഈ കാഷ്യൂ നട്ട് ഇതിനകത്തുനിന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് കാഷ്യൂ നട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി എടുക്കാം. ഇനി ഇതേ കുക്കറിലേക്ക് തന്നെ അഡീഷണൽ നെയ്യൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതിലേക്ക് തന്നെ നമുക്ക് ഇനി കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വറ്റൽമുളകും ഉഴുന്നുപരിപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അളവുകളൊന്നും ഇതിനകത്തേക്ക് പറയുന്നില്ല കേട്ടോ. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഒരുപാട് നേരിട്ട് ഈ വെജിറ്റബിളൊന്നും ഓരോന്നിടുന്ന സമയത്തൊന്നും ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. കുക്കർ നന്നായിട്ട് ചൂടായി കിടക്കുക. ഇനി ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഗ്രീൻ പീസ്, നല്ല ഫ്രഷ് ഗ്രീൻ പീസാണ് ഇത് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതായത് അധികം വേവൊന്നുമില്ല. കൂടെ തന്നെ സ്വീറ്റ് കോണും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതും നല്ല ഫ്രഷാണ്. അതിൻ്റെ കൂടെ കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനതിപ്പം ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി നമുക്ക് എടുത്തു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൈവശമുള്ള വെജിറ്റബിളൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം റവ ഞാൻ 1 കപ്പ് റവ, ഉപ്പുമാവ് റവ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 1/2 കപ്പ് ചിരവിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുക്കർ നന്നായി ചൂടായി കിടക്കുകയാണ്. അപ്പം ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഈ ഉപ്പുമാവിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു 1/2 സ്പൂൺ അളവിലുള്ള പഞ്ചസാര കൂടെ ചേർക്കണം. അപ്പോൾ ഈ ഉപ്പുമാവിന് അല്പം പുളിയും ഒരല്പം മധുരവും ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ്. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതായത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2.25 കപ്പ് വെള്ളമാണ്. 1 കപ്പ് റവയ്ക്ക് 2.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും തിളച്ച വെള്ളമാണെങ്കിൽ ഒന്നുകൂടെ നല്ലത് കേട്ടോ. ഞാൻ തിളച്ച വെള്ളം തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കണം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. വെയിറ്റോട് കൂടി തന്നെ വെക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് അടച്ച് ഞാൻ ഇതുപോലെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ദേ നോക്കൂ, നല്ല പൊടിയായിട്ട് നമ്മുടെ ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ട്. ഒട്ടും അടുക്കി പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അതേ നോക്കൂ, നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിട്ട് ദേ നിങ്ങളെ കാണിക്കാം. കണ്ടല്ലോ, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഈ ഉപ്പുമാവ്. അപ്പോൾ ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയതിന് ശേഷം നിങ്ങളെ ഞാൻ കുക്കർ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാനത് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ അടിഭാഗം ഒന്ന് നോക്കാം. ദേ നോക്കൂ, ഒട്ടും അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്. ഇതുപോലൊന്ന് എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ.